السلام عليكم ورحمة الله وبركاته. الحمد لله حمدا يوافي نعمه ويكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. اللهم صل وسلم وبارك على نبينا محمد وعلى آله وأزواجه وذرياته ومن تبعهم بإحسان إلى يوم الدين. أما بعد. عباد الله اتقوا الله تعالى. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇവിടെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 64-ാമത്തെ വചനം ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണശേഷവും പ്രവാചകനോട് സഹായം തേടാം എന്നുള്ളതിന് തെളിവായിട്ട് പരിശുദ്ധ ഖുർആനിന്റെ ഈ സൂക്തം ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു സുഹൃത്ത് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇതിന് വളരെ വ്യക്തവും വസ്തുനിഷ്ഠവുമായ മറുപടി നൽകുവാനാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് ഈ സുഹൃത്തിന് വിശുദ്ധ ഖുർആൻ എന്താണ് പറയുന്നത് എന്ന് തന്നെ മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. നമുക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, ഇസ്ലാം പരിശുദ്ധ ഖുർആൻ ലോകത്തോട് പറയുന്നത് ആരാധന, ഇബാദത്ത്, അതിൻ്റെ സകലമാന അംശങ്ങളും, അതായത് പ്രാർത്ഥനയാകട്ടെ, ദുആ ആകട്ടെ, സഹായതേട്ടം, എങ്ങനെ അഭൗതികമായ മാർഗത്തിലൂടെയുള്ള സഹായതേട്ടം, അതല്ലാതെ ഒരാൾ കടയിൽ ചെന്ന് കടക്കാരനോട് നേരിട്ടൊരു കിലോ പഞ്ചസാര തരൂ, അയൽവാസിയോട് ഒരു 500 രൂപ കടം തരൂ എന്നുള്ള രൂപത്തിലുള്ളതല്ല. മറിച്ച് മറഞ്ഞ മാർഗത്തിലൂടെയുള്ള സഹായതേട്ടം, അദൃശ്യവും അഭൗതികവുമായ മാർഗത്തിലൂടെയുള്ള സഹായതേട്ടം, പ്രാർത്ഥന, ഇസ്തിഗാസ, ദുആ, ഇസ്തിആനത്ത്, ഇതൊക്കെ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബിനോട് മാത്രമേ നിർവഹിക്കുവാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ പ്രഖ്യാപിച്ചത്, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ ഖുൽ ഇന്നി ലാ അംലികു ലകും ദർറൻ വലാ റഷദാ. നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പറയുക പ്രവാചകരെ, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി. വിശുദ്ധ ഖുർആനിൽ ആയത്തിലൂടെ അല്ലാഹുവിന്റെ റസൂൽ എന്താ പറയുന്നത്? തീർച്ചയായും ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. ഇന്നമാ എന്നാണ്, തീർച്ചയായും മാത്രം എന്നുള്ളത്. അപ്പൊ മുസ്ലിയാർക്കൊരു സംശയം തോന്നിയേക്കാം, ഇവിടെ റസൂലിനോട് സഹായം തേടുകയല്ലേ ഞങ്ങൾ പറയുന്നുള്ളൂ, ദുആ പറയുന്നില്ലല്ലോ എന്നുള്ളത്. മുസ്ലിയാരെ ശരിക്ക് മനസ്സിലാക്കിക്കോ, ഈ സൂറത്തുൽ ജിന്നിലെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജിന്നിലെ 20-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുള്ള ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, പറയുക പ്രവാചകരെ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ എന്നുള്ള ഈ ദുആ, ഇതിനെ ഇസ്തിഗാസ എന്നും പ്രയോഗിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകൾ പലരും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ സഹായത്തേട്ടം അത് ഇതിന്റെ പരിധിയിൽ വരുന്നതാണ്. അതൊക്കെ ആരോടാണ്? റബ്ബിനോട് മാത്രമാണ്. വലാ ഉശ്രികു ബിഹി അഹദാ, ആ റബ്ബിൽ ഞാൻ യാതൊന്നിനെയും പങ്കു ചേർക്കുകയില്ല. ഖുൽ പ്രവാചകരെ പറയുക, ഇന്നീ തീർച്ചയായും ഞാൻ ലാ അംലികു ലകും ദർറൻ വലാ റഷദാ, നിങ്ങൾക്ക് ഒരു ദ്രോഹമോ ഒരു നന്മയോ ഒന്നും തന്നെ ഞാൻ ഉടമപ്പെടുത്തുന്നില്ല, അതൊന്നും ചെയ്യാൻ എനിക്ക് സാധിക്കൂല എന്നാ. അപ്പോ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അള്ളാഹുവിനോട് മാത്രമേ അഭൗതികമായിട്ടുള്ള സഹായതേട്ടം നിർവഹിക്കാൻ പാടുള്ളൂ എന്നുള്ളത് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമാണ്.
ഇവിടെ നമ്മുടെ നാട്ടിലുള്ള സഹോദരങ്ങൾ മുത്തുനബിയോടാകട്ടെ, മറ്റുള്ള വലിയകളോടാകട്ടെ, ശുഹദാക്കളോടാകട്ടെ, അതുപോലെ തന്നെ കാഫിറാണോ മുസ്ലിമാണോ എന്ന് പോലും അറിയാതെ മരണപ്പെട്ടു പോയിട്ടുള്ള, മാനസികം ബാധിച്ചുകൊണ്ട് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളുടെ മേൽ കെട്ടിപ്പൊക്കപ്പെട്ട ജാറങ്ങളുണ്ടല്ലോ, ആ ജാറങ്ങളിൽ പോയി തവാഫ് ചെയ്യുകയും സുജൂദ് ചെയ്യുകയും അവിടെ നേർച്ച നേരുകയും ഒക്കെ ചെയ്യുന്ന കേരളത്തിലെ നമ്മുടെ സമസ്ത സഹോദരങ്ങൾ അവർ മനസ്സിലാക്കുക, വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. അല്ലാഹുവിന് പുറമെ അവർ വിളിച്ചു തേടുന്ന, വിളിച്ച് സഹായം ചോദിക്കുന്ന, വിളിച്ചു ദുആ ചെയ്യുന്ന ആ ശക്തികളുണ്ടല്ലോ, മാ യംലികൂന മിൻ ഖിത്മീർ, അവർ ഈത്തപ്പഴക്കുരുവിന്റെ നടുവിലുള്ള ആ പാട പോലും, അതുപോലെ നിസ്സാരമായ സംഗതി പോലും ഉടമപ്പെടുത്താത്തവരാകുന്നു. പിന്നീട് എങ്ങനെയാ നിങ്ങൾ അവരോട് സഹായം തേടുക? അവരൊന്നും ഉടമപ്പെടുത്തുന്നില്ല, അവർക്ക് സഹായിക്കാൻ സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയാം. ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ ഈ സമസ്തക്കാര് പരിശുദ്ധ ഖുർആനിലെ അനേകം ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നു, നബിയുടെ വചനങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നു, കള്ളക്കഥകൾ ജനങ്ങളോട് പറയുന്നു. അങ്ങനെ ജനങ്ങളെ ഷിർക്കിലേക്ക്, ജാറങ്ങളിലേക്ക്, മാലകളിലേക്ക്, മൗലൂദുകളിലേക്ക്, കുത്താറാത്തീബുകളിലേക്ക്, കുതുബിയ്യത്തുകളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മുസ്ലിയാക്കൾ മനസ്സിലാക്കുക, നമ്മുടെ നാട്ടിലെ ചിന്തിക്കുന്ന ജനങ്ങൾ മനസ്സിലാക്കുക, അള്ളാഹുവിന് പുറമെ വിളിച്ചു ദുആ ചെയ്യുന്നതിന്, അള്ളാഹുവിന് പുറമെയുള്ള ശക്തികളോട് വിളിച്ചു ദുആ ചെയ്യുന്നതിന്, അവരോട് ഇസ്തിഗാസ നടത്തുന്നതിന്, ഈ സുഹൃത്ത് ഇവിടെ എഴുതിയിട്ടുള്ളത് പോലെ സഹായം തേടുന്നതിന്, അടിവരയിട്ട് മനസ്സിലായിക്കോ, അള്ളാഹുവിന്റെ റസൂലിനോട് സഹായം തേടുന്നതിന്, അല്ലെങ്കിൽ അള്ളാഹുവിന് പുറമെയുള്ള മറ്റുള്ള അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ മൺമറഞ്ഞു പോയിട്ടുള്ള മഹാത്മാക്കളോടോ സഹായം തേടുന്നതിന് ഒരു പ്രമാണവും ഒരു തെളിവും ആർക്കും ലോകത്ത് ഒരു കുട്ടിക്കും കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വമൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ ലാ ബുർഹാന ലഹു ബിഹി ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബി ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ. വമൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹുവോടൊപ്പം മറ്റു വല്ല ആരാധ്യന്മാരെയും ആരെങ്കിലും വിളിച്ചു തേടുന്നുവെങ്കിൽ ലാ ബുർഹാന ലഹു ബിഹി, അതിനൊരു തെളിവും അവർക്ക് കൊണ്ടുവരാൻ കഴിയില്ല, അതിനൊരു തെളിവുമില്ല, ഒരു പ്രമാണവുമില്ല. അപ്പൊ മുസ്ലിയാരെ, അള്ളാഹു തന്നെ നിങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. വാട്സപ്പിലൂടെ ഈ ചോദ്യം, ഈ തെളിവ്, അള്ളാഹുവിന്റെ റസൂലിനോട് മരണപ്പെട്ടു പോയിട്ടുള്ള മുത്തുനബിയോട് സഹായം തേടാമെന്ന് തെളിവായിട്ട്, വലൗ അന്നഹും യളമു അൻഫുസഹും എന്ന് പറയുന്ന ആയത്ത് തെളിവായിട്ട് ഉദ്ധരിച്ച മുസ്ലിയാരെ, നിങ്ങൾക്കിതാ പ്രപഞ്ച സൃഷ്ടാവ് മറുപടി പറഞ്ഞിരിക്കുന്നു. വമൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ ലാ ബുർഹാന ലഹു ബിഹി, ഒരു തെളിവും അതിനില്ല എന്നുള്ളതാണ്. ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബി ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ, നിശ്ചയം അവന്റെ വിചാരണ റബ്ബിന്റെ അടുക്കലായിരിക്കും, തന്റെ രക്ഷിതാവിന്റെ അടുക്കലായിരിക്കും. തീർച്ചയായും സത്യനിഷേധികൾ വിജയിക്കുകയില്ല. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂനിലെ 117 ആയത്ത എന്റെ സുഹൃത്തെ വീണ്ടും നീ മനസ്സിലാക്കുക. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും, നിങ്ങൾ അവരോട് വിളിച്ച് ദുആ ചെയ്യുന്നുവെങ്കിൽ, മുസ്ലിയാരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സഹായം തേടുന്നുവെങ്കിൽ, അത് നബിയാകട്ടെ, മറ്റുള്ള അമ്പിയാക്കളാകട്ടെ, മുർസലീങ്ങളാകട്ടെ, ഔലിയാക്കളാകട്ടെ, ശുഹദാക്കളാകട്ടെ, മൺമറഞ്ഞു പോയിട്ടുള്ള മഹാത്മാക്കളാകട്ടെ, അതല്ല കാന്തപുരം ഉദ്ഘാടനം ചെയ്ത ജാറത്തിൽ മറമാടപ്പെട്ട് കിടക്കുന്ന ഓച്ചിറ ഉപ്പാപ്പ എന്ന് പറയുന്നത് ആ മോദരൻ അയ്യപ്പനാകട്ടെ, അത്തരം ശക്തികളോട് വിളിച്ച് ദുആ ചെയ്യുന്നുവെങ്കിൽ, ഇൻ തദ്ഉഹും, അവരോട് നിങ്ങൾ വിളിച്ച് ദുആ ചെയ്യുന്നുവെങ്കിൽ, വിളിച്ച് സഹായം തേടുന്നുവെങ്കിൽ, ലാ യസ്മഉ ദുആഅകും, നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല, നിങ്ങളുടെ സഹായതേട്ടം അവർ കേൾക്കുകയില്ല.
വലൗ സമിഉ അവർ കേട്ടു എന്ന് സങ്കൽപ്പിച്ചാൽ തന്നെ, കേൾക്കും എന്ന് സങ്കൽപ്പിച്ചാൽ തന്നെ, മസ്തജാബൂ ലക്കും അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും അന്ത്യനാളിൽ നിങ്ങളുടെ ഷിർക്ക് അവർ നിഷേധിക്കുകയും ചെയ്യും. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ അല്ലാഹുവിനെ പോലെ സൂക്ഷ്മജ്ഞാനിയായിട്ടുള്ള ഒരാളും നിങ്ങൾക്ക് വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ ഒരു വൃത്താന്തവും നിങ്ങൾക്ക് പറഞ്ഞു തരികയില്ല. അപ്പോ ഇതാണ് നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അള്ളാഹുവിന് പുറമെയുള്ള ശക്തികളോട് വിളിച്ച് സഹായം തേടുവാനത് മുത്തുനബിയാകട്ടെ, മറ്റുള്ള അമ്പിയാക്കളാകട്ടെ, ആരുമാകട്ടെ അവരോട് ദുആ ചെയ്യുവാനോ ഇസ്തിഗാസ നടത്തുവാനോ ഒന്നും തന്നെ തെളിവില്ലാതെ അവര് ഉത്തരം ചെയ്യില്ല, അവർ കേൾക്കില്ല. ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ഇവിടെ ഉന്നയിച്ചിട്ടുള്ള ആയത്തിലേക്ക് ഞാനൊന്ന് വരാം. നിങ്ങളുടെ എല്ലാവരുടെയും നല്ല ശ്രദ്ധ ഉണ്ടാകണം. എന്താണ് ആയത്ത്? വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ് വലൗ അന്നഹും ഇദ്ദലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. സൂറത്തുൻ നിസായിലെ 64-ാമത്തെ വചനമാണ്. ഈ ആയത്താണ് ഈ മുസ്ലിയാക്കന്മാരും ഈ സഹോദരങ്ങളുമൊക്കെ മുത്തുനബിയോട്, മരണപ്പെട്ടു പോയ മുത്തുനബിയോട് സഹായം തേടാം, മുത്തുനബിയോട് ഇസ്തിഗാസ നടത്താം. ചില ഘട്ടങ്ങളിലൊക്കെ ഇസ്തിഗാസക്ക് മാത്രമല്ല തവസ്സുലിനും ഇത് തന്നെയാണ് ഈ മുസ്ലിയാക്കന്മാര് തെളിവുദ്ധരിക്കാറുള്ളത്. എന്നാൽ ഈ ആയത്തിന്റെ പൂർണ്ണമായ രൂപം എന്താ? വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ് വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ് അല്ലാഹുവിന്റെ ഉത്തരവ് പ്രകാരം ഒരു റസൂലിനെയും അനുസരിക്കപ്പെടുവാൻ വേണ്ടിയല്ലാതെ നാം അയച്ചിട്ടില്ല. വലൗ അന്നഹും യളമു അൻഫുസഹും സ്വന്തം ദേഹങ്ങളോട് അക്രമം ചെയ്തു പോയിട്ടുള്ള ആളുകൾ ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ നിന്റെ അടുക്കൽ വന്നിട്ട് അള്ളാഹുവിനോട് പാപമോചനം തേടുകയും വസ്തഗ്ഫറ ലഹുമുർ റസൂലു എന്നിട്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പാപമോചനം തേടുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ അള്ളാഹുവിനെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനായും കാരുണ്യവാനായും നിങ്ങൾക്ക് കാണാം. അല്ലെങ്കിൽ വളരെ വ്യക്തമായി കൊണ്ട് മനസ്സിലാക്കുക, അള്ളാഹു തവ്വാബാണെന്നും റഹീമാണെന്നും അവർക്ക് കണ്ടെത്താം. ഇതാണ് ആയത്തിന്റെ അർത്ഥം. ഈ ആയത്ത് എങ്ങനെയാണ് പ്രിയമുള്ളവരെ മരണപ്പെട്ടു പോയിട്ടുള്ള മുത്തുനബിയെയും മറ്റുള്ള അമ്പിയാക്കളെയും ഒക്കെ സഹായം തേടുന്നതിന് തെളിവാകുക? ഒരായത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിന്റെ സബബുൻ നുസൂൽ മനസ്സിലാക്കണം. ആ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം മനസ്സിലാക്കണം. ആ ആയത്തിന്റെ വിശദീകരണത്തിൽ ഹദീസുകൾ വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കണം. സഹീഹായിട്ടുള്ള ഹദീസുകൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം സബബുൻ നുസൂൽ എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇമാം റാസി തങ്ങൾ രേഖപ്പെടുത്തുകയാണ്, അൽ മുറാദു ബിഹി മൻ തഖദ്ദമ ദിക്റുഹു മിനൽ മുനാഫിഖീന യഅനി ലൗ അന്നഹും ഇൻദമാ ളലമു അൻഫുസഹും ബിത്തഹാകുമി ഇല താഗൂത്ത് വൽ ഫിറാറു മിന തഹാകുമി ഇല റസൂലി ജാഉ റസൂല വഅൽഹറു നദമ അലാ മാ ഫഅലുഹു വതഅബു അൻഹു വസ്തഗ്ഫറു മിൻഹു വസ്തഗ്ഫറ ലഹുമുർ റസൂലു ബിഅൻ യസ്അലല്ലാഹ അൻ യഗ്ഫിറഹാ ലഹും ഇൻദ തൗബതിഹിം ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. ഇവര് പറയുന്നത് കേട്ടാ തോന്നും ഈ ആയത്ത് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 64-ാമത്തെ ആയത്തായിട്ട് ഇതിനെ ഇറക്കിയിട്ടുള്ളത് ഈ നാട്ടിൽ കിടക്കുന്ന സകല ജാറങ്ങളിലും കിടക്കുന്ന ഈ ജാറങ്ങളിൽ കിടക്കുന്ന മഹാത്മാക്കളോട് വിളിച്ച് സഹായം തേടുവാനും സർവോപരി മുത്തുനബിയോട് സഹായം തേടാനും തെളിവാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇത് ഇറക്കിയിട്ടുള്ളത് എന്ന് തോന്നിപ്പോകും. എന്നാൽ ഇമാം റാസി തങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടുള്ളത്. ഇതിന്റെ സബബുൻ നുസൂൽ, ഇതിന്റെ അവതരണ പശ്ചാത്തലം എന്ന് പറയുന്നത് അത്
മുനാഫിക്കുകളായിട്ടുള്ള ആളുകൾ പ്രവാചകന്റെ ചുറ്റുമുണ്ടായിരുന്നു. ആ മുനാഫിക്കുകളിൽപ്പെട്ട ചില ആളുകൾ അവർ സ്വന്തം ദേഹങ്ങളോട് അക്രമം ചെയ്തു. എങ്ങനെ? ബിത്തഹാകുമി ഇലത്താഗൂത്ത് വൽ ഫിറാറി മിനത്തഹാകുമി ഇലർ റസൂൽ. അല്ലാഹുവിന്റെ റസൂലിനോട് മതവിധി തേടുന്നതിന് പകരം താഗൂത്തുകളിലേക്ക് മതവിധി തേടിക്കൊണ്ടവർ പോകുന്നു. അതാണ് പ്രശ്നം. അങ്ങനെ അവർ സ്വന്തം നഫ്സുകളോട് അക്രമം ചെയ്തു. പക്ഷേ എന്നിട്ടോ ജാഉർ റസൂല, അവർ നബിയുടെ അടുത്ത് വരികയാണ്. അവർ ചെയ്തു പോയിട്ടുള്ള ആ തെറ്റ്, ആ ദുഃഖം പ്രകടിപ്പിക്കുകയും താബു അൻഹു, എന്നിട്ട് പശ്ചാത്തപിക്കുകയും വസ്തഗ്ഫറു മിൻഹു, അതിൽ നിന്ന് പാപമോചനം തേടുകയും ചെയ്യുകയാണ്. വസ്തഗ്ഫറ ലഹുമുർ റസൂലു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് വേണ്ടി പാപമോചനം തേടുകയും ചെയ്യുകയാണ്. എന്തിന്? അവരുടെ തൗബയോടൊപ്പം, ആ ആളുകളുടെ പശ്ചാത്താപത്തോടൊപ്പം അവരുടെ തൗബ സ്വീകരിക്കുവാനും അവർക്ക് പുറത്തു കൊടുക്കുവാനും റസൂലും അള്ളാഹുവിനോട് തേടുകയാണ്. എങ്കിൽ അങ്ങനെ ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അള്ളാഹുവിനെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനായും കാരുണ്യവാനുമായും അവർക്ക് കാണാം. ഇതാണ് അതിന്റെ സബബുൻ നുസൂൽ. അപ്പോ മുനാഫിക്കുകളായ ചില ആളുകൾ അവർ അള്ളാഹുവിന്റെ റസൂലിനോട് മതവിധി തേടുന്നതിന് പകരം താഗൂത്തിലേക്ക് മതവിധി തേടിക്കൊണ്ടുപോയി. അവർക്ക് അങ്ങനെ ദുഃഖമുണ്ടാകുന്നു. പ്രവാചകന്റെ അരികിലേക്ക് വരുന്നു. പ്രവാചകന്റെ മുമ്പിൽ ആ ദുഃഖവും വിഷമവും അവർ പ്രകടിപ്പിക്കുന്നു. എന്നിട്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്നു, അള്ളാഹുവിനോട് പാപമോചനം തേടുന്നു. ആ ആളുകളുടെ പശ്ചാത്താപം സ്വീകരിക്കാൻ അള്ളാഹിന്റെ റസൂല് അള്ളാഹുവിനോട് പശ്ചാത്താപം പ്രാർത്ഥിക്കുന്നു. ഇതാണ് അവതരണ പശ്ചാത്തലം. അതല്ലാതെ മരണപ്പെട്ടു പോയിട്ടുള്ള മുത്തുനബിയോട് പാപമോചനം തേടുവാനോ മരണപ്പെട്ടു പോയ മുത്തുനബിയോട് സഹായം തേടുവാനോ ഇത് തെളിവല്ല എന്ന് മനസ്സിലാക്കണം. ഇമാം റാസി തങ്ങൾ അദ്ദേഹത്തിന്റെ തഫ്സീറുൽ കബീർ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ടല്ലോ, ലോകത്ത് അഹ്ലുസുന്ന വൽ ജമാഅ അംഗീകരിക്കുന്ന ഹിജറ 606 മരണപ്പെട്ടു പോയിട്ടുള്ള മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി തങ്ങളുടെ തഫ്സീർ ഒന്ന് മറിച്ചു നോക്കണം. ആ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്, എന്താ പറയുന്നത്? ലിഖായിലിൻ അൻ യഖൂല അലൈസ ലൗ ഇസ്തഗ്ഫറുല്ലാഹ വതഅബു അലാ വജ്ഹിൻ സഹീഹിൻ ലകാനത് തൗബതുഹും മഖബൂല ഫമൽ ഫായിദതു ഫീ ളമ്മി ഇസ്തിഗ്ഫാരിർ റസൂലി ഇല ഇസ്തിഗ്ഫാരിഹിം. അദ്ദേഹം വളരെ വ്യക്തമായി പറയുകയാണ്, എന്തുകൊണ്ട് സാധാരണഗതിയിൽ പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് നേരിട്ട് പശ്ചാത്തപിച്ചാൽ മതി. എന്നാൽ ഇവിടെ അള്ളാഹുവിനോട് നേരിട്ട് പശ്ചാത്തപിക്കുന്നതോടൊപ്പം അള്ളാഹുവിനോട് നേരിട്ട് പാപമോചന പ്രാർത്ഥന നടത്തുന്നതോടൊപ്പം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാപമോചന പ്രാർത്ഥനയോടെ ഒന്നിച്ച് നിർവഹിക്കുക എന്നുള്ളൊരു സംഭവം ഇവിടെ ഉണ്ടാകുന്നു. അതെന്തിനാണ്? അതാണ് പറയുന്നത്, ലിഖായിലിൻ അൻ യഖൂല, ചില ആളുകൾക്ക് ചോദിക്കാം, അലൈസ ലൗ ഇസ്തഗ്ഫറുല്ലാഹ വതഅബു അലാ വജ്ഹിൻ സഹീഹിൻ, അവർക്ക് അള്ളാഹുവിനോട് പാപമോചനം തേടുക അതുപോലെ തന്നെ പശ്ചാത്തപിക്കുക ചെയ്താൽ പോലെ ലകാനത്ത് തൗബത്തുഹും മഖ്ബൂല, അവരുടെ തൗബ സ്വീകരിക്കപ്പെടുകയില്ലേ? ആളുകൾ ചോദിക്കാണ്, ഫമൽ ഫായിദ ഫീ ലമ്മി ഇസ്തിഗ്ഫാരിർ റസൂലി ഇല ഇസ്തിഗ്ഫാരിഹിം, റസൂലിന്റെ ഇസ്തിഗ്ഫാറും ഈ മുനാഫിക്കുകളായിട്ടുള്ള പാപികളായിട്ടുള്ള ആളുകളുടെ ഇസ്തിഗ്ഫാറും ഒന്നിച്ച് നിർവഹിക്കുന്നതിന്റെ ഗുണം എന്താണ് എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള മറുപടി ഖുൽനാ അൽ ജവാബു അൻഹു മിൻ വുജൂഹിൻ, അതിന് പല വിധത്തിൽ മറുപടി നൽകാം. ഒരു മറുപടി എന്താ? അൽ അവ്വൽ അന്ന ദാലിക തഹാകുമ ഇല താഗൂതി കാന മുഖാലഫത്തുൻ ലിഹുക്മില്ലാഹ്. കണ്ടോ, അദ്ദേഹം മറുപടി പറയാൻ, ഇവര് താഗൂത്തിലേക്ക് മതവിധി അന്വേഷിച്ചു പോകുന്നത് തീർച്ചയായും കാന മുഖാലിഫത്തുൻ ലിഹുക്മില്ലാഹ്, അള്ളാഹുവിന്റെ ഹുക്കുമിനോട് എതിരാകുന്നു. വകാന ഐലൻ ഇസാഅത്തൻ ഇല റസൂൽ അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു തിന്മ ചെയ്യലാണത്. വ ഇദ്ഖാലൻ ലിൽ ഗമ്മി ഫീ ഖൽബി, അള്ളാഹിന്റെ റസൂലിന്റെ മനസ്സിൽ വിഷമമുണ്ടാക്കുന്നു അവർ.
അള്ളാഹുവിന്റെ മനസ്സിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹൃദയത്തിൽ, മനസ്സിൽ അവർ വിഷമം ഉണ്ടാക്കിയിരിക്കുന്നു അവരുടെ പ്രവർത്തി നിമിത്തം. വമൻ കാന ദംബുഹു കദാലിക, ഇപ്രകാരമൊക്കെ തിന്മ ചെയ്തു കഴിഞ്ഞാൽ വജബ അലൈഹിൽ ഇഅ്തിദാറു അൻ ദാലിക ദംബി ലിഗൈരിഹി, ആ ആളോട് തന്നെ ഒരു മാപ്പപേക്ഷിക്കല് നിർബന്ധമാണ്. ഫലിഹാദൽ മഅന, ഈ അർത്ഥത്തിലാണ് വജബ അലൈഹിം അൻ യത്ലുബു മിനർ റസൂലി അൻ യസ്തഗ്ഫിറ ലഹും, അതുകൊണ്ടാണ് ഈ അർത്ഥത്തിലാണ് അവരുടെ മേൽ നിർബന്ധമായി തീർന്നത്. എന്ത്? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അരികിൽ ചെന്ന് ആ റസൂലിനോട്, അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി പാപമോചനം തേടാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആ റസൂലിനോട് അവർ നേരിട്ട് പറയാണ്. അതിന് നിർബന്ധമായി തീർന്നത് എന്ന് ഇമാം റാസി തങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ മനസ്സിലായല്ലോ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതല്ലാതെ മരണപ്പെട്ടു പോയിട്ടുള്ള മഹാത്മാക്കളെ വിളിച്ചു തേടുവാനോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം തേടുവാനോ ഇത് തെളിവല്ല എന്ന് വളരെ വ്യക്തമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോ ഇത് ഇസ്തിഗാസക്ക് സഹായം തേടാൻ തെളിവാണെങ്കിൽ ഇവിടെ ആ ആളുകൾ അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ നേരിട്ട് ചെല്ലുകയാണല്ലോ. അപ്പോ സമസ്തക്കാരുടെ വാദം എന്താ? ഇപ്പൊ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിക്കണമെങ്കിൽ ബാഗ്ദാദിൽ പോകണമെന്നുണ്ടോ? ബദരീങ്ങളെ വിളിക്കണമെങ്കിൽ മദീനക്കടുത്തുള്ള ബദറി എന്ന് പറയുന്ന പ്രദേശത്ത് പോകണം എന്നാണോ നിങ്ങളുടെ വാദം? ഏർവാടി തങ്ങളെ വിളിക്കണമെങ്കിൽ സമസ്തക്കാരെ ഏർവാടിയിൽ പോകണമെന്നാണോ നിങ്ങളുടെ വാദം? അല്ലല്ലോ. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് റസൂലിന്റെ അടുക്കൽ പോയി? അപ്പൊ ഇത് സംഭവം വേറെയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടു. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലിനോട് സഹായം തേടാൻ ഇതൊരിക്കലും തെളിവാകുന്നില്ല. അത് നിങ്ങളുടെ ദുർവ്യാഖ്യാനം മാത്രമാകുന്നു. പിന്നീട് ഈ മുസ്ലിയാർ പറയുന്നത് എന്താ? ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാത്ത വയുഅ്തൂന സകാത്ത വഹും റാക്കിഊൻ. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാ വയുഅ്തൂന സകാ വഹും റാക്കിഊൻ. നിശ്ചയം അല്ലാഹുവും അവന്റെ റസൂലും നമസ്കാരം നിർവഹിക്കുന്ന സകാത്ത് നൽകുന്ന ആളുകളാണ്, സത്യവിശ്വാസികളൊക്കെയാണ് നിങ്ങളുടെ സഹായികൾ എന്നാണ് ഈ മുസ്ലിയാലുകൾ പറയുന്നത്. ഇവിടെ വലിയ എന്ന് പറഞ്ഞാൽ സഹായി എന്ന് അർത്ഥം പറയുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷേ വലിയ എന്ന് പറഞ്ഞാൽ മിത്രം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ആയത്ത് പറയുമ്പോഴും നമ്മൾ ഇതിന് മുകളിലൊക്കെ ഉള്ള ആയത്ത് മനസ്സിലാക്കണം. ഇതിന്റെ തൊട്ട് മുകളിലുള്ള ആയത്തുകളുണ്ട്. 51-ാമത്തെ ആയത്ത് നോക്കൂ നിങ്ങൾ. സൂറത്തുൽ മാഇദയിലെ 55-ാമത്തെ ആയത്താണല്ലോ ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാത്ത വയുഅ്തൂന സകാത്ത വഹും റാക്കിഊൻ എന്നുള്ളത്. എന്നാൽ സൂറത്തു മാഇദയിലെ 51-ാമത്തെ ആയത്തൊന്ന് പരിശോധിച്ചു നോക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ യഹൂദ വന്നസ്വാറ ഔലിയാ ബഅ്ളുഹും ഔലിയാഉ ബഅ്ൾ വമൻ യതവല്ലഹും മിൻകും ഫഇന്നഹു മിൻഹും ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ ജൂത ക്രൈസ്തവരെ ആത്മമിത്രങ്ങളാക്കി സ്വീകരിക്കരുത്. അവർ പരസ്പരം സഹായികളാകുന്നു. നിങ്ങൾ ആരെങ്കിലും അവരെ അങ്ങനെ സഹായികളായി ആത്മമിത്രങ്ങളായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഫഇന്നഹു മിൻഹും, അവൻ അവരിൽ പെട്ടവനായി തീരും. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, തീർച്ചയായും അക്രമികളായ ജനങ്ങൾ അല്ലാഹു നേർവഴിയിലാക്കുകയില്ല. അപ്പോ ഇവിടെ എന്താണ്? ആഴത്തിലുള്ള ക്ലോസ് ഫ്രണ്ട് എന്നുള്ള നിലക്ക് അത്യഗാധമായിട്ടുള്ളൊരു ആത്മമിത്രമാക്കിക്കൊണ്ട് ജൂത ക്രൈസ്തവ സഹോദരങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള തത്വം പഠിപ്പിക്കുകയാണ്. അങ്ങനെ പഠിപ്പിക്കുന്നതിനിടയിലാണ് ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു, അല്ലാഹുവും റസൂലും വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാ, നമസ്കാരം നിർവഹിക്കുന്ന സകാത്ത് നൽകുന്ന സത്യവിശ്വാസികളുമൊക്കെ നിങ്ങളുടെ സഹായികളാണ് എന്ന് പറയുന്നത്. ഇവിടെ സഹായി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇമാം റാസി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അംഗീകരിക്കുന്ന മുഫസ്സിറായിട്ടുള്ള ഇമാം റാസി രേഖപ്പെടുത്തുന്നുണ്ട്, അൽ വലിയു ഫി ഹാദിഹിൽ ആയ ലാ യജൂസു അൻ യകൂന ബിമഅന നാസിർ. കണ്ടോ, ഇവിടെ വലിയ എന്ന് ഈ ആയത്തിലുള്ള പരാമർശം ലാ യജൂസു അൻ യകൂന ബിമഅന നാസിർ,
നാസിർ അഥവാ സഹായി എന്നുള്ള അർത്ഥം ഇതിന് കൽപ്പിക്കാൻ വേണ്ടി പാടുള്ളതല്ല, അത് അനുവദനീയമല്ല എന്ന് റാസി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മറിച്ച് മിത്രം, അള്ളാഹുവും അവന്റെ റസൂലും സത്യവിശ്വാസികളും ആണ് നിങ്ങളുടെ മിത്രം എന്നാ പഠിപ്പിക്കുന്നത്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എത്രയോ ആയത്തുകളിൽ അല്ലാഹു തആല തിരിച്ച് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അള്ളാഹു മാത്രമാണ് നിങ്ങൾക്ക് സഹായി ആയിട്ടുള്ളത് എന്നുള്ളത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 107-ാമത്തെ വചനം ഒന്ന് പരിശോധിക്കണം. അലം തഅലം അന്നല്ലാഹ ലഹു മുൽക്കുസ് സമാവാതി വൽ അർള് വമാ ലകും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. അലം തഅലം അന്നല്ലാഹ ലഹു മുൽക്കുസ് സമാവാതി വൽ അർള്, അവൻ നിനക്കറിയില്ലേ, തീർച്ചയായും അള്ളാഹുവിനുള്ളതാകുന്നു ആകാശഭൂമികളുടെ അധികാരം. ആകാശഭൂമികളുടെ അധിപതി, അതിന്റെ ആധിപത്യം അത് അള്ളാഹു ആകുന്നു, അള്ളാഹുവിനാകുന്നു. വമാ ലകും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് യാതൊരു സഹായിയും ഒരു രക്ഷകനുമില്ല. അല്ലാഹു വലിയുല്ലദീന ആമനൂ യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ. അള്ളാഹുവാണ് സത്യവിശ്വാസികളുടെ വലിയ. കണ്ടവിടേക്ക് അള്ളാഹു മാത്രമാണ്. വമാ ലകും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യ്, അള്ളാഹുവല്ലാത്ത മറ്റൊരു വലിയും നിങ്ങൾക്കില്ല. ലൈസ ലഹും മിൻ ദൂനിഹി വലിയ്യുൻ, ലൈസ ലഹും മിൻ ദൂനിഹി വലിയ്യുൻ വലാ ശഫീഅ ലഅല്ലഹും യത്തഖൂൻ. സൂറത്ത് അൻആമിലെ 51-ാമത്തെ ആയത്തിൽ പറയാം, അള്ളാഹ്ക്ക് പുറമെ യാതൊരു വലിയും നിങ്ങൾക്കില്ല. വമാ ലഹും ഫിൽ അർളി മിൻ വലിയ്യിൻ വലാ നസീർ, ഭൂമിയിൽ ഒരു വലിയും ഒരു നസീറും അവർക്കില്ല എന്ന് അല്ലാഹു തആല പറയാണ്. എത്രയോ ആയത്തുകളിലുണ്ട്. സൂറത്ത് തൗബയിലെ 116-ാമത്തെ ആയത്ത് നിങ്ങൾ നോക്കൂ. ഇന്നല്ലാഹ ലഹു മുൽക്കുസ് സമാവാതി വൽ അർള് യുഹീ വയുമീത് വമാ ലകും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. തീർച്ചയായും അല്ലാഹു അവനാകുന്നു ആകാശഭൂമികളുടെ അധികാരം, അവനാണ് ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും. വമാ ലകും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, അല്ലാഹുവിന് പുറമെ യാതൊരു രക്ഷകനും ഒരു സഹായിയും ഇല്ല. അങ്കബൂത്തിൽ, സൂറത്തു അങ്കബൂത്തിൽ അല്ലാഹു പറയാ, വമാ ലകും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, അല്ലാഹുവല്ലാതെ അവന് പുറമെ യാതൊരു വലിയും ഒരു നസീറും ഇല്ല. എത്രയോ ആയത്തുകൾ, ശതക്കണക്കിന് ആയത്തുകളാ. ഒരായത്ത് കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. മാ ലകും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ വലാ ശഫീഅ അഫലാ തതദക്കറൂൻ, അല്ലാഹുവിന് പുറമെ യാതൊരു വലിയും നിങ്ങൾക്കില്ല. വലാ ശഫീഅ, ഒരു ശുപാർശകനുമില്ല. അഫലാ തതദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അപ്പോ ഇവിടെ അള്ളാഹു മാത്രമാണ് നമ്മളെ അഭൗതികമായ മാർഗത്തിൽ സഹായിക്കുന്ന സംരക്ഷകൻ, രക്ഷകൻ. ആ അർത്ഥത്തിൽ അള്ളാഹു മാത്രമാണ്. അഭൗതികമായ മാർഗത്തിൽ സഹായിക്കുവാൻ മുഹമ്മദ് നബിക്കോ മറ്റുള്ള അമ്പിയാക്കൾക്കോ ലോകത്തെ മറ്റുള്ള ഔലിയാക്കൾക്കോ ശുഹദാക്കൾക്കോ മൺമറഞ്ഞു പോയ മഹാത്മാക്കൾക്കോ ആൾ ദൈവങ്ങൾക്കോ ഒന്നും സാധ്യമല്ല. ബിംബങ്ങൾക്കും വിഗ്രഹങ്ങൾക്കും ജിന്നുകൾക്കും മലക്കുകൾക്കും ആർക്കും സാധ്യമല്ല. അള്ളാഹുവിനോട് നേരിട്ട് ദുആ ചെയ്യുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ രണ്ടായത്തുകൾ ഇവർ ദുർവ്യാഖ്യാനം ചെയ്തു. രണ്ടായത്തുകൾ അള്ളാഹുവിന് പുറമെയുള്ള നബിയോട്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം തേടുന്ന തെളിവായിട്ട് ഉദ്ധരിച്ചു. അത് കടുത്ത ദുർവ്യാഖ്യാനമാണ്. അവസാനമായിക്കൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഔദ്യോഗിക പരിഭാഷ എന്ന് പാണക്കാട് PMSA പൂക്കോയ തങ്ങൾ ആമുഖത്തിൽ എഴുതിയിട്ടുള്ള, അവതാരികയിൽ എഴുതിയിട്ടുള്ള മാട്ടൂലുള്ള അബ്ദുള്ള മുസ്ലിയാരുടെ പരിഭാഷയുണ്ടല്ലോ, ആ പരിഭാഷ അന്ന് സമസ്ത പിളർന്നിട്ടില്ല. അന്ന് APയും EKയും ഒക്കെ ഒന്നാണ്. ആ സമസ്തയുടെ പരിഭാഷയിൽ ഈ ആയത്തുകൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇസ്തിഗാസ നടത്തുവാൻ, സഹായം തേടുവാൻ ഈ ആയത്ത് തെളിവാണ് എന്ന് എഴുതിയിട്ടുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുന്നു, ലോകത്തുള്ള ഈ സമസ്തക്കാരെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ? ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ. ആ പരിഭാഷയിൽ കൊണ്ടുവരൂ നിങ്ങൾ. ഈ സൂറത്തു നിസായിലെ 64-ാമത്തെ ആയത്ത്, സൂറത്തു മാഇദയിലെ 55-ാമത്തെ ആയത്ത്, ഈ രണ്ടായത്തിലും
പാണക്കാട് PMSA പൂക്കോയ തങ്ങൾ നിങ്ങളുടെ അനിഷേധ്യനായ നേതാവായിരുന്നല്ലോ. EK-AP വ്യത്യാസമില്ലാതെ സമസ്ത ഒന്നായ കാലഘട്ടത്തിൽ അദ്ദേഹം അവതാരിക എഴുതിയിട്ടുള്ള പരിഭാഷയാണ്. ആണോ? എന്തുകൊണ്ടാണ് അവർ എഴുതാതെ പോയിട്ടുള്ളത്? അവർ മുജാഹിദുകളായത് കൊണ്ടാണോ? അവർ സമസ്തയല്ലാത്തത് കൊണ്ടാണോ? ഉത്തരം പറയണം നിങ്ങൾ. കഴിയില്ല. പ്രത്യേകിച്ചിപ്പോ കാന്തപുരക്കമൊക്കെ പ്രസ്താവന ഇറക്കുകയാണ്, EK-യും AP-യും ഒക്കെ ഒന്നാകണം എന്നുള്ള അടിസ്ഥാനത്തിൽ. കല്യാണങ്ങളിൽ പാണക്കാട് തങ്ങളുടെ കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. പിന്നെ എന്തുകൊണ്ടാണ് മതവേദികൾ നമുക്ക് ഒന്നിക്കാൻ വേണ്ടി കഴിയാത്തത് എന്ന്? അപ്പോ വലിയ ഐക്യത്തിന് ആഗ്രഹിച്ച് നടക്കുകയല്ലേ? നിങ്ങൾ ഒന്നായിരുന്ന കാലഘട്ടത്തിൽ ഇറക്കിയിട്ടുള്ള പരിഭാഷയിൽ ഈ കാര്യങ്ങൾ പറയുന്നില്ല. ഈ ആയത്തുകൾ മുത്തുനബിയെ വിളിച്ച് സഹായം തേടാനുള്ള തെളിവാണെന്ന് പറയുന്നില്ല. ലോകാവസാനം വരെ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക. ഏതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചതുപോലെ, അള്ളാഹുവിനോട് മാത്രം അഭൗതികമായ നിലയിൽ സഹായം തേടിയതുപോലെ എന്നാണ് പറയാനുള്ളത്. അള്ളാഹു അതിനുള്ള സന്മനസ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.